ഇന്ന് ലോക ആസ്മ ദിനമാണ്. നമ്മളെല്ലാവരും ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ശ്വസനം. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഓരോ ശ്വാസവും ഒരു വലിയ പോരാട്ടമാണ്. ഇതാണ് ആസ്മ പ്രജാസ്വത്തിന്റെ രീതി. അങ്ങനെയാണ്. അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസക്കുഴലിൽ നാളിലതിൽ ഉള്ളിലുണ്ടാവുന്ന വീക്കവും തടസ്സമാണ് ആസ്മ പറയുന്നത്. ഇത് നമുക്ക് കൺട്രോൾ നിർത്താനും പ്രിവെന്റ് ചെയ്യാനും ആസ്മയുടെ അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിക്കേഷനാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ്. സ്റ്റീറോയിഡ് ഇൻഹേലേഴ്സ് എന്നും പറയും. പക്ഷെ അതിനകത്തുള്ള സ്റ്റീറോയിഡ് കണ്ടന്റ് വളരെ കുറവാണ്. ഏറ്റവും മിനിമൽ സൈഡ് എഫക്റ്റ് ഒരു ട്രീറ്റ്മെന്റുമാണ്. പക്ഷെ നമ്മൾ പലവരും ചെയ്യുന്നത് ശ്വാസമുട്ടിന്റെ അറ്റാക്ക് ആസ്മ പെട്ടെന്ന് കൂടുമ്പോൾ ഉപയോഗിക്കുന്നത് റിലീവർ ഇൻഹേലറാണ്. സാൽബ്യൂട്ടമോൾ, ഡ്യൂവോലിൻ അങ്ങനത്തെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ആണ്. ഉദാഹരണത്തിന് തീ വരുമ്പോൾ നമ്മൾ തീ അണയ്ക്കുന്നതാണ് ചെയ്യുന്നത് റിലീവർ ഇൻഹേലർ കൊണ്ട്. പക്ഷെ അതിൽ ഉള്ളിലുള്ള കനൽ അണയുന്നില്ല. അതിന് നമുക്ക് വേണ്ടത് ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ആണ്. ഞാൻ ഡോക്ടർ കൃഷ്ണനാണ്, എറണാകുളം കൃഷ്ണ ഹോസ്പിറ്റൽ അലർജി ആസ്മ സ്പെഷ്യലിസ്റ്റ്. ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് വളരെ സേഫാണ്. ഏറ്റവും മിനിമം സൈഡ് എഫക്റ്റിലാണത്. ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആസ്മ ഉള്ള രോഗികൾ അവരുടെ സ്വപ്നങ്ങൾ നേടാനും വിനോദ കാര്യങ്ങളും ഗെയിംസിലും സ്പോർട്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള തൊഴിലുകൾ ജോബും നേരിടാൻ പറ്റും. നല്ലൊരു ആക്റ്റീവ് ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഡോക്ടർ കൃഷ്ണനാണ്, അലർജി ആസ്മ സെന്റർ, കൊച്ചി. നന്ദി.